നിൻമുഖം നീ മറച്ചിടിൽ നന്മ പിന്നെ ആരു നൽകും? തിന്മയെല്ലാം തീർത്തിടേണം കാരുണ്യങ്ങൾ ശോഭിപ്പാനായി. സർവശക്തൻ യഹോവാതാൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സാധുക്കൾക്കു സഹായനും ആദ്യന്തനും നീയല്ലയോ. സാധുക്കൾക്കു സഹായനും ആദ്യന്തനും നീയല്ലയോ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കണ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി എടിനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും കുടുംബമായി കൂട്ടമായി ആളാമ്പ്രതി വ്യക്തികളായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന അപ്പച്ച ഹല്ലേലൂയ. ഞങ്ങളെവിടെയായിരുന്നാലും ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കും, ഞങ്ങൾക്ക് മറുപടിയുമായി ഇറങ്ങി വരും. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാ, ഞങ്ങളെ കരുതുന്ന ദൈവമാ, ഞങ്ങളെ ഇന്നുവരെയും ജയോത്സവമായി നടത്തിയ ദൈവമാ. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാ. അബലമുള്ള കരങ്ങളിൽ സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. അവരുടെ ഭാവി ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ. ശത്രു കാണാതോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ കർത്താവേ. അവരുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലുമൊക്കെ കൂടെ ഇരിക്കണമേ. അവരുടെ പഠനങ്ങളൊക്കെ ശ്രേഷ്ഠകരമാകട്ടെ. അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഉപജീവനമാർഗം വാഴ്ച അനുഗ്രഹിച്ചാട്ട്. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ച അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ പൈതങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചാട്ട്. ഞങ്ങളുടെ അനാഥരെ വിധവകളെ സംരക്ഷിച്ചാട്ട് ദൈവമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ സൂക്ഷിച്ച് പരിപാലിക്കണമെന്നും പ്രാർത്ഥിക്കും. ശത്രു കാണാതെ മറയ്ക്കണം. സമാധാനത്തിലും സന്തോഷത്തിലും സൗഖ്യത്തിലും സമൃദ്ധികളിലും ദൈവം ഞങ്ങളെ നടത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ, സമാധാനമില്ലാതെ നിലവിളിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. മദ്യപാനികളെ ചൊല്ലി ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. കുടുംബജീവിതത്തിനൊരു സ്വസ്ഥത ലഭിക്കാത്ത ജീവിതങ്ങളുണ്ട്. നിലവിളിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പാ. അവരുടെ സങ്കടങ്ങളെ അറിയണമേ കർത്താവേ. കുടുംബജീവിതത്തിലൊരു സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. മാനസാന്തരത്തിനായിട്ടടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടഭാരത്തിന് നടുവിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവേ. നിന്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കണമേ കർത്താവേ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അവരുടെ മേൽ നിന്റെ സമാധാനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സ്വന്തമായ ഒരു ഭവനത്തിൽ തലയായ്പാൻ ദൈവം അവർക്ക് അവസരം കൊടുത്താട്ടെ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനം പണി പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. എല്ലാ ആവശ്യങ്ങളുടെ നടുവിൽ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവ്. വിവാഹപ്രായമായ ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. തവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ അന്യം സഹായിക്കണമേ. ഈ 2025 ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറുവാൻ സ്വർഗം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുക്കണമേ അപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ള കരുത്തിൽ വഹിച്ചുകൊള്ളണമേ കർത്താവ്. അവൻ്റെ ചിറകടിക്കുള്ളിൽ എല്ലാ മക്കളെയും പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിച്ചാട്ട്. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും കർത്താപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒരു നന്മയ്ക്കും മുടക്കം വരാതെ എല്ലാവർക്കും അനുഗ്രഹിച്ച് കൊടുക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ കാത്തോണേ. കഷ്ടനഷ്ടം കൂടാതെ പരിപാലിക്കണമേ കർത്താവ്. വാഹനയാത്ര വഴിയാത്ര എല്ലാ മക്കളെയും കൂടെ ഇരിക്കണം. വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അപ്പൻ്റെ കരമേ ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ കർത്താവ്. മുൻപും പിൻപും ഇടുമ്പോഴും ദൂതന്മാരാ കാവൽച്ചണം. ആപത്തനത്തിൽ എല്ലാവരെയും വെടിവെക്കുമാറാകണം. പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും നീങ്ങുവാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്. പല നീറുന്ന വേദനകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങളുള്ളവരുണ്ട് കർത്താവ്. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളൊരു നാളിൽ ലജിച്ചു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ.
നീ വേണ്ടുന്ന അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനമയച്ച് യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്ന് വിടുവിച്ച് എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം അപ്പൻ്റെ മക്കളാ. ഓരോ മക്കളെയും ആശ്വസിപ്പിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവർ, ഐസിയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ കർത്താവ്, നമ്മുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, മൈഗ്രെയിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ, പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ശ്വാസം തടസ്സത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവേ. അപ്പാ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ഹല്ലേലൂയ, എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവമേ, തൻ്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ, ഹല്ലേലൂയ. അങ്ങൊന്ന് തൊട്ടാൽ മതി കർത്താവേ. ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, സമാധാനമുണ്ട് കർത്താവേ. അങ്ങയുടെയാണ് ഇപ്പോഴത്തുള്ള കരം ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ ഏൽപ്പിക്കുക. അപ്പം നല്ല ഉറക്കം, ആശ്വാസം കൊടുക്കണമേ കർത്താവേ. തലമുടി മുഴുവൻ കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ അപ്പാ, നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നല്ല ഔഷധമായിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ രോഗികളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെ പാദപീഠം ചാർന്നിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ചുവാൻ ഒരു നാൾ സമ്മതിക്കുന്ന ദൈവവുമല്ലല്ലോ. ഹല്ലേലൂയ. അടിയങ്ങളുടെ യാചനകൾക്ക് മറഞ്ഞിരിക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് നിശ്ചയമാ. ഞാൻ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത കർത്താവ്, അടിയങ്ങളോട് കരുണ കാണിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും സമാധാനം തന്ന് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തണം. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.